2025 മോഹൻലാലിന്റെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായ തുടരും ഹിന്ദിയിലേക്ക് പോകാൻ പോവാണ് സുഹൃത്തുക്കളെ. അത് ആദ്യത്തെ കാര്യമൊന്നുമല്ലല്ലോ. ഇവിടെ ഏതെങ്കിലും ഒരു ഹിറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ബോളിവുഡുകാർ. അവരിതാ കൊണ്ടുപോയി അവിടെ വീണ്ടും റീമേക്ക് ചെയ്ത് അത് വീണ്ടും കൊണ്ടുവരിക വേണ്ടിയിട്ടാണല്ലോ നിൽക്കുന്നത്. ഇപ്പോൾ ഹായ്വാൻ പോലൊരു സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയദർശൻ സംവിധാനം ചെയ്ത് സൈഫ് അലി ഖാനും അക്ഷയ് കുമാറും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് ഹായ്വാൻ. ഹായ്വാൻ ആവട്ടെ ഒപ്പത്തിൻ്റെ റീമേക്കാണ്. ആ ഒപ്പത്തിൻ്റെ റീമേക്കിൽ ഹായ്വാനിൽ മോഹൻലാലും ഉണ്ട് എന്നുള്ളത് ഒഫീഷ്യലായി കഴിയുകയും ചെയ്തു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഈ ബോളിവുഡ് സിനിമകൾ ഇങ്ങനെ ഈ റീമേക്ക് വുഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഇൻഡസ്ട്രി ഒരു ഹിറ്റ് അടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, അവർക്ക് ആ റൈറ്റ്സ് വാങ്ങിയിട്ട് തിരിച്ച് ചെയ്യാൻ. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇത് സംവിധാനം ചെയ്യുന്നത് തരുൺ മൂർത്തി തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഹിന്ദിയിൽ അവർക്ക് ഏറ്റവും വലിയൊരു ആവശ്യം തരുൺ മൂർത്തി തന്നെ ഈ സിനിമ സംവിധാനം ചെയ്യണം, ഹിന്ദിയിൽ പോയി സംവിധാനം ചെയ്യണം എന്നുള്ളതാണ്. നായകനാര്? ഇതാണ് അടുത്ത ചോദ്യം. തുടരും കില്ലാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണ അക്ഷയ് കുമാറൊക്കെ ആണെങ്കിൽ അങ്ങനെയാണല്ലോ കമൻറ്റുകളും ട്രോളുകളൊക്കെ വരിക. തുടരും കില്ലാടി. ഇപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പല പല ടൈറ്റിലുകൾ വരും. ഒറ്റയാൻ കില്ലാടി, ബെൻസ് കില്ലാടി, അങ്ങനെ പല പല കില്ലാടികളുമായിട്ട് ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കളിയാക്കി വിളിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ അക്ഷയ് കുമാർ അല്ല, അജയ് ദേവ്ഗണിലേക്കാണ് സ്ക്രിപ്റ്റ് പോവുക എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതായത് ഈ അജയ് ദേവ്ഗൺ മോഹൻലാൽ ഫാൻറ്റസി ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് പറയാൻ കാരണം ദൃശ്യം പോലൊരു സിനിമയുടെ ഹിന്ദി റീമേക്കിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഹിന്ദിയിൽ ശ്രേയാ ശരണും അജയ് ദേവ്ഗണുമാണ് ദൃശ്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അജയ് ദേവ്ഗൺ മോഹൻലാൽ ഫാൻറ്റസി അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ സൂചിപ്പിക്കുന്നതാണ് തുടരുമിലേക്കും വരുമ്പോഴേക്കും. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, തരുൺ മൂർത്തി തന്നെയാണ്. തരുൺ മൂർത്തി IFFIയിൽ ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചിട്ട് തരുൺ മൂർത്തി തന്നെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. തുടരുമിൻ്റെ ഹിന്ദി റീമേക്ക് അണിയറയിൽ ഒരുങ്ങാനുള്ള സാധ്യതയുണ്ടെന്നും ഹിന്ദിയിൽ നിർമ്മാതാക്കൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയും തരുൺ തന്നെ ഇത് സംവിധാനം ചെയ്യണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തതായിട്ടാണ് തരുൺ പറയുന്നത്. ആദ്യം തന്നെ ഈ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യപ്പെടുന്നത് അജയ് ദേവ്ഗണിൻ്റെ പേരിലേക്കാണ്. കാരണം അജയ് ദേവ്ഗൺ ഒരു സ്റ്റണ്ട് അറിയാം എന്നുള്ള രീതിയിലേക്ക്. കാരണം ഈ ബെൻസ് ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റും കൂടിയാണല്ലോ ഈ സിനിമയിൽ. അതായത് ലാലേട്ടൻ ചെയ്യുന്ന ബെൻസ് എന്ന കഥാപാത്രം, ഷൺമുഖൻ എന്ന കഥാപാത്രം ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റാണല്ലോ, സിനിമകളിൽ സ്റ്റണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു പശ്ചാത്തലം കൂടി നോക്കിക്കൊണ്ടാണ് അജയ് ദേവ്ഗണിലേക്ക് സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. പക്ഷേ ഇതൊന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല, ഒന്നും ഒഫീഷ്യൽ അല്ല എന്നതും തരുൺ മൂർത്തി പറയുന്നുണ്ട്. പക്ഷേ ഒരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്നത് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം തുടരും പോലെ ഒരു സിനിമ ഇന്ത്യ ഒട്ടാകെ തന്നെ തരംഗമായി മാറിയ സിനിമ, തിയേറ്ററുകളിൽ ഇവിടെ വലിയ വിജയമുണ്ടാക്കിയ സിനിമ, OTTയിൽ വന്നതിന് ശേഷം അതിലും വലിയ വിജയമുണ്ടാക്കി സംസ്ഥാനങ്ങളൊക്കെ കടന്ന് പോയ സിനിമ, ലാലേട്ടൻ്റെ അഭിനയത്തെക്കുറിച്ചും ഇതിൻ്റെ സ്ക്രിപ്റ്റ് പ്രോസസ്സിങ്ങിനെ കുറിച്ചും ഒക്കെ അങ്ങേയറ്റം വാഴ്ത്തിയ ക്രിട്ടിക്സിൻ്റെ പോസ്റ്റുകൾ ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2025 ലാലേട്ടൻ്റെ വർഷമാകുന്നത് തുടരും കാരണം മാത്രമല്ല. ഇപ്പോൾ എമ്പുരാനുണ്ട്, തുടരുമുണ്ട്, റിലീസ് ചെയ്ത 2 സിനിമകളായ ചോട്ടാ മുംബൈയും രാവണപ്രഭുവും മുന്നിലുണ്ട്. അതിനുശേഷം ഇനി വരാൻ പോകുന്ന സിനിമകൾ കൂടിയുണ്ട്. ഫാൽക്കെ അവാർഡ് കിട്ടിയത് നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ 2025 ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം ഇയർ തന്നെയാണ്. ആ ഡ്രീം ഇയറിനെ വീണ്ടും മാറ്റുകൂട്ടുന്ന രീതിയിലേക്കാണ് ഇതുപോലൊരു സിനിമകൾ, ലാലേട്ടൻ ചെയ്തു വെച്ച സിനിമകൾ മറ്റ് ഭാഷകളിൽ പോയി റീമേക്ക് ചെയ്യപ്പെടുക എന്നുള്ളത്. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ വന്നതിന് ശേഷം ഏത് റീജിയണൽ സിനിമകളും നമ്മുടെ മുന്നിലേക്ക് എത്തും വിത്ത് സബ് ടൈറ്റിൽസ്. ഇപ്പോൾ കന്നഡ സിനിമയിൽ ഇപ്പോൾ കന്നഡയിൽ പേര് കേട്ടൊരു സിനിമ വരികയാണ്. ഇപ്പോൾ ബോളിവുഡിൽ തന്നെ ഹോം ബൗണ്ട് എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതാണ്. ഞാൻ സിനിമ കണ്ടിട്ടില്ല, ഉടനെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഹോം ബൗണ്ട് പോലൊരു സിനിമ തിയേറ്ററുകളിൽ വർക്കായില്ല, പക്ഷേ ആ സിനിമ ഇപ്പോൾ OTTയിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ഹോം ബൗണ്ട്. ഇപ്പോൾ ആ ഹോം ബൗണ്ട് നമുക്ക് കാണാം, നമുക്ക് ആ കഥ അറിയാം. ഇപ്പോൾ തുടരും പോലൊരു സിനിമയുടെ കഥ നമ്മുടെ മുന്നിലേക്കുണ്ട്. അപ്പോൾ തന്നെ ആളുകൾക്ക് പകുതി ടേൺ ഓഫ് ആവും. കഥ അറിയാമെങ്കിൽ പിന്നെ ആര് നമ്മുടെ മുന്നിൽ ലാലേട്ടനാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി അത് റീപ്ലേസ് ചെയ്യാൻ അജയ് ദേവ്ഗണൊക്കെ കാടേറും കൊമ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അജയ് ദേവ്ഗണൊക്കെ ആ ജനലിനകത്തൂടെ ചാടാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും വരും. പക്ഷേ അവിടെ വേറെ രീതിയിലായിരിക്കും തരുൺ പ്ലേസ് ചെയ്യുക. തരുൺ മാത്രമല്ല, ഏത് സംവിധായകനായാലും റീമേക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റേതായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ്. ഒരു ഫ്രഷ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൊണ്ടുവരിക എന്നുള്ളത് സംബന്ധിച്ചാണ്. പക്ഷേ എന്നാൽ പോലും അങ്ങനെയുള്ള സാധ്യതയിലേക്ക് കൊണ്ടുവന്ന് ഈ മാറ്റമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് ഗുണകരമാകും എന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. എന്തായാലും തുടരും കില്ലാടി ഉടനെ ഉണ്ടാകും. ഹിന്ദിയിൽ സിനിമ റീമേക്ക് ചെയ്യപ്പെടും. അജയ് ദേവ്ഗണാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. തരുൺ ഇത്രയേ പുറത്തു വരുന്നുള്ളൂ. ബാക്കിയുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ പുറത്തുവിടുമെന്ന് തന്നെയാണ് തരുൺ പറയുന്നത്.